അപ്പോൾ ഇത്തവണ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് അഭിലാഷ് തന്നെ കേട്ടോ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. അപ്പൊ അഭിലാഷിന് എന്റെ വക ഒരു ചോക്ലേറ്റ്. താങ്ക് യു സാർ. ഓക്കെ, ഇനി ഇതുപോലെ പഠിക്കണം കേട്ടോ. അപ്പൊ സാറേ ഞങ്ങൾക്കോ? നിങ്ങൾക്കുള്ളതുകൊണ്ട് എടാ മോനെ സ്റ്റാഫ് റൂം എടുത്തോണ്ടോ എടുത്തോണ്ടോ. വെയിറ്റ് ചെയ്യടാ, വെയിറ്റ് തരാം. ഇത്തിരി ചോക്ലേറ്റ് എനിക്കൂടെ തരൂ. No, sorry, I can't. This is too precious for me. No, കക്കൂസ് ഉണ്ട്. സാറേ വടി കിട്ടിയില്ല, പകരം ഒരു വള്ളിയെ കിട്ടി. ആരടാ ഇത്? ഈ സ്കൂളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയ സ്റ്റുഡന്റാ, അവിടെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാനിങ്ങ് വിളിച്ചോണ്ട് വന്ന. ആണോ? കേറുവാ. ക്ലാസ്സിൽ ഒരേ ഒരു പഠിപ്പി ഉണ്ടെന്നുള്ളതല്ലേ നിന്റെ അഹങ്കാരം. അതിപ്പോ തീരുവടാ. അവന്റെ മുഖം കണ്ടാ അറിയാം. സ്കൂൾ ഫസ്റ്റ്. ഐ ഡോണ്ട് കെയർ എനിവൺ. വാ കേറുവാ. ഞാൻ മിണ്ടാരിടാ. മോന്റെ പേരെന്തോ? ആദില്. ആ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ? AADHIL. അഭിലാഷേ, റോൾ നമ്പർ 1 പോയല്ലോടാ. അതിലായിരിക്കുമല്ലോ റോൾ നമ്പർ 1. നമ്മുടെ ക്ലാസ് ഫസ്റ്റ് ആണ്. ഇനി അതും കൂടെ തട്ടിയെടുക്കോ? പോവാ അഭിലാഷേ. കേറിയിരി. എടാ അങ്ങോട്ട് നീരിടാ. അഭിലാഷേ അങ്ങോട്ട് നീരി. പുതിയ പയ്യനല്ലയോ? ഹലോ, എന്റെ പേര് അവിനാഷ്. അവിനാശോ? അല്ല, അവിനാഷ്. ബൈ ദ വൈ, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഞാനങ്ങ് ദുബായ് സ്കൂളിലാ പഠിച്ചത്. അൽറാസി, അൽതബാൻ, അൽറീബ്. അവിടുത്തെ എല്ലാ മന്തിക്കട ഉണ്ടല്ലോ. അല്ല, അവിടുത്തെ ഗവൺമെന്റ് സ്കൂളാ? നോ, അവിടുത്തെ ICC. പേടിക്കണ്ട കേട്ടോ, നിന്റെ കാര്യത്തിന് തീരുമാനമായി. ഈ ICC പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്നില്ലയോ, അത് അവർക്ക് 3 വർഷം മുന്നേ അവർ പഠിക്കും. 3 വർഷം? ചിലർക്ക് 4 വർഷത്തിന് മുന്നേ പഠിക്കും. അവർ അത്രയ്ക്ക് അപ്ഡേറ്റഡാ. വല്ലതും കഴിക്കാൻ പോയാലോ? വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്. പൈസ ഫണ്ടാണോ? ഞാൻ എടുത്തോളാം. കട ഏതാന്ന് കാണിച്ചെന്നാ. എനിക്കറിയാം, പരിചയമില്ല. കട ഇവിടെ അടുത്തുണ്ട്. കണ്ടോ വന്നപ്പോഴേ അവൻ എല്ലാരെയും കയ്യിലെടുത്ത്. അവിനാശേ എഴുന്നേറ്റേ. അവിനാശേ എഴുന്നേക്കടാ. ഐക്യൂബിന്റെ വാല്യൂ എത്ര? അഭിലാഷേ, എത്ര -1. സാറേ, -1. ആഹാ, പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ് ഉത്തരം കേട്ടോ. അപ്പൊ ഐസ്ക്രീമിന്റെ വാല്യൂ എത്ര? 1. ആദ്യമായിട്ടാ എന്റെ കയ്യിൽ നിന്ന് അടി കെട്ടാതിരിക്കുന്നത്. ഇരി. താങ്ക് യു. ഉച്ചായതല്ലേ ഉള്ളോ, ഇനി സമയം കിടക്കല്ലേ. തല്ലുവള്ളി എന്താ സാധാരണ രീതിയിൽ പഠിക്കുന്നൊന്നും അല്ലല്ലോ. ഇന്നെന്ത് പറ്റി? അത് അൽറാസി എന്ന് വന്ന പയ്യൻ പഠിപ്പിച്ചതാ. നല്ല പിള്ളേരുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോഴേ എഫക്ട് ഉണ്ടാവും കേട്ടോ. നല്ലപോലെ പഠിക്കണം കേട്ടോ. അഭിലാഷ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കാൻ ആർക്കും പറ്റും. പഠിപ്പിച്ച കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത് ഒരു പ്രത്യേക കഴിവാണ്. നമ്മുടെ ആദ്യം ആ കഴിവുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അതെ, നമ്മുടെ സ്കൂളില് ഒരു അവന്തിക എന്ന് പറയുന്നൊരു കൊച്ചില്ലായിരുന്നു? നമ്മുടെ അവിനാഷിന്റെ പെങ്ങള് ക്ലാസ്സിലാ പഠിക്കുന്നേന്ന് പറഞ്ഞു, പക്ഷെ കണ്ടില്ല. അവക്ക് ചിക്കൻ ബോക്സ് എങ്ങാണ്ട. ഒരാഴ്ചയായിട്ട് റെസ്റ്റാ. ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോ വരുമായിരിക്കും. ആണല്ലോ? അതെ. നമുക്കൊരു ബോണ്ട് കഴിച്ചാലോ? പൈസ നീ കൊടുത്തു. അപ്പൊ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്തവരൊന്നും എഴുന്നേറ്റേ. എല്ലാം ഉണ്ടല്ലോ. ആദില് മോനെ അവിടെ ഇരുന്നോ? വന്നാണല്ലോ. അസൈൻമെന്റ് വെക്കാനുള്ളവരൊക്കെ ആദില് മോനെ അവിടെ ഇരുന്നോ? വന്നാണല്ലോ. രാവിലെ ഫർണസ് പൊട്ടിച്ചോ? ആരാ? അയ്യോ, ആദില് മോനെ അവിടെ ഇരുന്നോ? ഇങ്ങനെയാണെങ്കിൽ ആദിൽ മോൻ ഇയാളെ ബോളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുമല്ലോ. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവാൻ എനിക്കും തോന്നുന്നു. നീ കൂടുതൽ പറയണ്ട കേട്ടോ, നിർത്ത്. ഓ, ഭയങ്കര ഷോ ആണ്. എങ്ങനെയും നിർത്തണം. ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ. ആ പന്നിയെ ക്ലാസ്സിൽ കയറി തല്ലിയാണ്. തല്ലിയ മാത്രം പോരാ, അവന്റെ ആ ഓഞ്ഞ കൈ തല്ലി ഓടിക്കണം. അവന്റെ കാലും കൂടെ അങ്ങ് ഓടിക്കാം. അവൻ ക്ലാസ് ഫസ്റ്റ് ആവുന്നില്ല നിന്റെ പേടി. ക്ലാസ് ഫസ്റ്റ് പോയിട്ട് ക്ലാസ് ലാസ്റ്റ് പോലും ഞാൻ ആവത്തില്ല. അണ്ണനെ കൊണ്ട് പറ്റും, അതുകൊണ്ടല്ലേ അണ്ണനെ തപ്പിയത്. അപ്പൊ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ അല്ല. നീ വിട്ടോ, നമ്മൾ ഏറ്റ്. എന്തായാലും എനിക്കാ കോള്. എക്സാം ആവുമ്പോ ഇവിടുന്ന് 2 മാർക്ക്, ബാക്കി മാർക്ക് മൊത്തം ഇവിടുന്ന്. ഞാനങ്ങനെ പരീക്ഷയ്ക്ക് പൊളിക്കും. മറ്റേ അവന്തികയുടെ നമ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? എന്തിനാ? 2-3 ആഴ്ച വന്നിട്ടില്ല ഇതുവരെയായിട്ട്.
വിളിച്ചു തിരക്കാൻ വേണ്ടിയായിരുന്നു. അറിയത്തില്ല, ഞാൻ അഭിലാഷിന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട ചോദിക്കണം. ഭയങ്കര വിശപ്പ്, നമുക്കൊരു ഹാഫ് ബിരിയാണി കഴിച്ചാലോ? ഓടാനൊക്കെ ഉണ്ട്, വാ. എടാ ഈ അവന്തികയൊക്കെ ലൈൻ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ലടാ. അപ്പൊ നേരത്തെ കണ്ട് വെളിയിൽ ഒരുത്തനുമായിട്ടുണ്ടെന്ന് കണ്ട് നീ പറഞ്ഞു. അത് വീട്ടിലന്ന് അച്ഛൻ പിടിച്ചായിരുന്നല്ലോ, അപ്പൊ തന്നെ അത് പൊട്ടി. തന്നെ? അപ്പൊ അവളെന്ന് വരും? അവള് നാളെ വരും. എന്താടാ അണ്ണാ ഫ്രണ്ട് ഇരിക്കുന്ന ICC പൊട്ടൻ 2 പൊട്ടിയിലോട്. ഇവൻ എൻ്റെ ഒരു കൈക്കില്ലല്ലോടാ. എന്ത് ചേട്ടാ? നീ ഒന്ന് എണീറ്റേ. നീ ഭയങ്കര ഷോയാന്ന് പറയുന്ന കേട്ടല്ലോ, എന്താടാ? ചേട്ടാ ഷോ ഒന്നും ഇല്ല, അങ്ങനെ അല്ല. ചേട്ടൻ ഇവിടുത്തെ പിള്ളേരെ ഭയങ്കര ഹീറോ എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആടല്ലേ? നീയേ അധികം സുഖിപ്പിക്കൊന്നും വേണ്ട, അത് നിന്റെ കയ്യിലങ്ങ് വെച്ചാ മതി. നിന്നെ അടിക്കാൻ വന്നാണെങ്കിലേ അടിച്ചിട്ടേ പോത്തുള്ളൂ. അണ്ണനെ കണ്ടപ്പോഴേ പേടിച്ച് മുള്ളിയോ ആവോ. അതിനെന്തിനാ അടിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. നീ രാവിലെ എങ്ങനെയാ വന്നത്? നടന്ന്. തിരിച്ചു നീയേ ഓടിയായിരിക്കും പോകുന്നത്. വന്നല്ല വനമാല, നിന്നെ കാത്തൊരാൾ ഇവിടെ ഇരിക്കുവായിരുന്നു. ആര്? കാമുകനാണെന്നാ തോന്നുന്നേ. നിന്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. നിന്നെ കാണാൻ വന്നതായിരിക്കും. കണ്ണു തുറന്ന് നോക്കുന്നോണ്ട് അതിൽ ഞെട്ടില്ലയോ? ഇവൻ ആരാന്നറിയാവോ? ആരാ? എന്റെ ഒറ്റ അടിക്കില്ലല്ലോടാ നീ. ഈ മൊണ്ണയൊക്കെ വിളിച്ചോണ്ട് ഒരു പപ്സ് വെറുതെ നീങ്ങി വന്നാടാ. മാറ്റിവെച്ചടിക്കുന്നു. അവൻ സ്റ്റേറ്റ് ലെവലിലെ ചാമ്പ്യൻ ആയിരുന്നു. ക്രിക്കറ്റ് കളിക്കാനല്ല, ഈ ബാറ്റ് വെച്ച ആറയിലൊക്കെ തല അടിച്ചു പൊട്ടിക്കാൻ. കാലല്ലയോ? എന്റെ കൺമുന്ന് വെച്ചിട്ടേ അവൻ 10 പേരുടെ ഒരുമിച്ച് കാലടിച്ചു പൊടിക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടോ. ഇതൊരാളല്ലയോ എറിഞ്ഞ്. ഇതൊക്കെ എന്തേറ്? അവൻ നേരത്തെ നിന്നിടത്തെ ഒരു അറബിച്ചിറക്കനെ ടാങ്കിലിട്ടേനെ അവിടുത്തെ GCS ഇവനിപ്പോ വിലക്കേക്കുക. ഇത്രയും നടന്നിട്ട് മനസ്സിലായില്ല. മിനിമം ഇപ്പൊ തന്നെ ഒരു 30 ഇടത്ത് തന്നെ TC മേടിച്ചിട്ട് വന്നവനെ. അപ്പൊ ഇവൻ ന്യൂ സ്റ്റുഡന്റ് അല്ല അല്ലയോ? അതെല്ലോ, എല്ലാ സ്കൂളിലും ന്യൂ സ്റ്റുഡന്റ്. അതിലേ ആദ്യമായിട്ടാ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരുത്തൻ ആദ്യമായിട്ട് ഒരാളാ സ്കൂളിൽ നിന്ന് ഡിസ്മിസിൽ എനിക്ക് ഇന്നാടാ നിന്റെ ഡിസ്മിസില്.